ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കാറ്റിസിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ടെലഗ്രാം എയർ ഡ്രോപ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കാറ്റിസണ് കൂടെ ഒന്ന് നിങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഞാനും ഇനി തൊട്ട് ഈ ഒരു കാറ്റിസണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. എന്തുകൊണ്ടാണ് കാറ്റിസൺ എയർ ഡ്രോപ്പിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും കാറ്റിസൺ ഗെയിം കളിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. കാറ്റിസൻ്റെ ഭാഗത്തു നിന്ന് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് അനുസരിച്ച് അവർ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഡിലേ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ മാർക്കറ്റിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് നല്ലതല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഇതിൽ ഏൺ ചെയ്യാനായിട്ടുള്ള കുറേയധികം സമയം ബാക്കിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ സെപ്റ്റംബർ അവസാനമൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു പ്രൊജക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ അതിലെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനും നിങ്ങളുടെ കാറ്റിനെ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം സമയം വൈകാതെ നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ വെക്കുന്ന ലൈക്ക് ടാർഗറ്റ് 300 പെട്ടെന്നുള്ള അപ്ഡേറ്റുകളെല്ലാം നമ്മൾ ടെലഗ്രാമിലാണ് അപ്ഡേറ്റ് ചെയ്യാറ്. സോ ടെലഗ്രാമിലും ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമുക്ക് കാറ്റിസൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ട്വിറ്റർ അപ്ഡേറ്റ്സ് ഒന്നെടുത്ത് പരിശോധിക്കാം. അതിൽ അവർ റീസെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റിൽ അവർ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 1.7 മില്യൺ ആൾക്കാരാണ് കാറ്റിസണിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത്. നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു 1.7 മില്യൺ എന്നുള്ള ഒരു നമ്പർ വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എയർ ഡ്രോപ്പിൽ മറ്റ് എയർ ഡ്രോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്രൗഡ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ റിവാർഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കാറ്റിസൺ എയർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടോൺ വാലറ്റ് കണക്ട് ചെയ്തിട്ട് അതിൽ മിനിമം ഒരു ട്രാൻസാക്ഷൻ എങ്കിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് നമ്മുടെ എയർ ഡ്രോപ്പ് മൾട്ടിപ്ലയർ ആയി കണക്കാക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിലുള്ള ആ ഒരു ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്റ്റീവായിട്ട് ചെയ്തും കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു ട്വിറ്റർ പോസ്റ്റിൽ അവരുടെ ലീഡർ ബോർഡ് അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം ആ കാറ്റിസൺ ഗെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം അങ്ങനെ കുറേ അധികം ലെവൽസ് ഉണ്ട്. ഇവിടെ അവർ മെയിനായിട്ട് 4 ലെവൽസാണ് മെൻഷൻ ചെയ്തിട്ടിരിക്കുന്നത്. ഏറ്റവും മിനിമം ലെവൽ പ്ലാറ്റിനം, പിന്നെ ഡയമണ്ട്, പിന്നെ മാസ്റ്റർ, പിന്നെ റോയൽ. അപ്പം നമ്മൾ എത്രത്തോളം പോയിൻറ്റ്സ് ഇതിനകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ലെവലും കാര്യങ്ങളൊക്കെ കൂടുന്നത്. സോ നിങ്ങൾ ആ ഒരു ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മിനിമം ലെവലായിട്ടുള്ള പ്ലാറ്റിനമെങ്കിലും എത്താനായിട്ട് ശ്രദ്ധിക്കാം. ഇവരുടെ ഈ ഒരു ഡാറ്റ അനുസരിച്ച് പ്ലാറ്റിനത്തിൽ ഏകദേശം 2 ലക്ഷം പ്ലെയേഴ്സും അതുപോലെ തന്നെ ഡയമണ്ടിൽ ഏകദേശം ഒരു 67,000 പ്ലെയേഴ്സും അതുപോലെ തന്നെ മാസ്റ്ററിൽ ഏകദേശം ഒരു 90,000 പ്ലെയേഴ്സും അടുപ്പിച്ചും അതുപോലെ തന്നെ ഏകദേശം റോയലിൽ ഒരു 3000 സംതിങ് പ്ലെയേഴ്സും ആണുള്ളത്. അപ്പോൾ ഇത് മൊത്തം നമ്മളൊരു ടോട്ടൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3,70,000 യൂസേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. സോ ഇതിൽ പാർട്ടിസിപ്പേറ്റ് കുറേ അധികം ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മിനിമം പ്ലാറ്റിനം ലെവലെങ്കിലും എത്തിയ ആൾക്കാർ അത്രേ ഉള്ളൂ. സോ വീണ്ടും എയർ ഡ്രോപ്പ് ിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ കുറയുവാണ്. ഒരുപക്ഷെ അവർ ഈ ഒരു പ്ലാറ്റിനം ലെവൽ മിനിമം ക്രൈറ്റീരിയ എടുക്കുകയാണെങ്കിൽ ഇത്ര ആളുകൾക്ക് മാത്രമേ എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. അപ്പം നിങ്ങൾ കുറച്ചൊന്ന് നല്ല രീതിയിൽ കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്ലാറ്റിനം ലെവലും കാര്യങ്ങളൊക്കെ എത്താനായിട്ട് പറ്റും. അപ്പം മുന്നേ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം പ്ലാറ്റിനം ലെവലെങ്കിലും എത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്തിട്ട് കുറച്ച് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റിസൺ ഗെയിം കളിച്ചും കൊണ്ട് നമുക്ക് എങ്ങനെയാണ് കൂടുതൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്, അങ്ങനെ നമുക്ക് എങ്ങനെയാണ് മിനിമം ഒരു പ്ലാറ്റിനം ലെവലിലേക്കെങ്കിലും എത്താനായിട്ട് പറ്റുന്നതെന്നാണ്. നമുക്കതിന് വേണ്ടിയിട്ട് കാറ്റിസൻ്റെ ഒരു ബോട്ട് എടുത്തിട്ട് നമുക്കതിൽ ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കാം. നിങ്ങളുടെ കാറ്റിസൺ ബോട്ടിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഓട്ടോ ബോട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു 3000 ഫിഷ് ടോക്കൺസ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പണ്ടെപ്പോഴും ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. സോ ആ ഒരു 3000 ഫിഷ് ടോക്കൺസ് വെച്ചിട്ട് നിങ്ങൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ മൊത്തം ഓട്ടോമാറ്റിക്കായി വെക്കുക, എന്നിട്ട് ബോട്ട് തുറന്നു വെക്കുക. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പോയിൻറ്റ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക്
ലെവലും കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിഷ് ടോക്കൺ ഡെയിലി ഇതിൽ നിന്ന് തന്നെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ബോട്ടിൽ ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്കിൽ വരികയാണെങ്കിൽ കുറേ അധികം ടാസ്കുകൾ നമ്മൾ ഡെയിലി ചെയ്യേണ്ടതായിട്ട് കാണാനായിട്ട് പറ്റും. അത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് ടോക്കൺസ് കിട്ടുന്നതായിരിക്കും. സോ ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തുള്ള ടാസ്കുകൾ കുറേ എണ്ണം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം 3000 ഒക്കെ ആക്കാനായിട്ട് പറ്റും. സോ അത് വെച്ചിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ബോട്ട് വാങ്ങിയിടുകയാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് കുറേ സമയമൊന്നും കാത്തിരിക്കാനായിട്ട് പറ്റില്ലെങ്കിൽ ഷോപ്പ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ടോൺ കോയിൻ കൊടുത്തിട്ട് ഈ ഫിഷ് ടോക്കൺസ് വാങ്ങാനായിട്ട് പറ്റും. സോ അങ്ങനെ കൊടുത്തിട്ട് വാങ്ങുന്ന ഫിഷ് കോയിൻ ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓട്ടോ ബോട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത് കണ്ടിട്ട് കുറേ അധികം ആളുകൾ ജോയിൻ ചെയ്തെങ്കിലും അതിൽ 1-2 ആളുകൾ മാത്രമേ ഇതുവരെ പ്ലാറ്റിനം ലെവലിൽ എത്തിയിട്ടുള്ളൂ. സോ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾ നല്ല എയർ ഡ്രോപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു പ്ലാറ്റിനം ലെവലെങ്കിലും നിങ്ങൾ എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കൂടുതൽ പോയിന്റ്സ് കിട്ടാനുള്ള മറ്റൊരു വഴിയാണ് നമ്മുടെ ആ ബോട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ കാണാനായിട്ട് പറ്റും. അവിടെ പോയിട്ട് നമ്മൾ ഫിഷിംഗ് ചെയ്യുവാണെങ്കിലും നമുക്ക് കൂടുതൽ പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ കൂടുതൽ ടൈം നിങ്ങൾ ഫിഷിംഗ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലെവൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ഫിഷ് ചെയ്യുകയാണെങ്കിൽ ഒരു ട്രൈക്ക് ഏകദേശം 84 ഫിഷ് ടോക്കൺസ് ആവശ്യമായിട്ട് വരുന്നതാണ്. ഞാൻ ഇന്ന് മൊത്തം ചെയ്ത എൻ്റെ ടോക്കൺസ് മൊത്തം തീർന്നു പോയത് കൊണ്ടാണ് കാണിക്കാത്തത്. ഇനി ഫിഷ് ചെയ്യുമ്പം ബൈ ചെയ്യാനാണ് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിഷ് ടോക്കൺസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഫിഷ് ചെയ്യാനും പറ്റും. ഫിഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഫിഷ് ടോക്കൺസും ചില സമയത്ത് കിട്ടും. അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ലക്ക് അനുസരിച്ച് ആയിരിക്കും ഇരിക്കുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ടൈം ഈ ഒരു ബോട്ട് ഓപ്പൺ ആക്കി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്യാറ്റ്സിനെ ഫീഡ് ചെയ്യാനൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ആ ഫീഡ് ചെയ്യുന്നതും നമ്മൾ ഫിഷ് ടോക്കൺസ് ഉപയോഗിച്ചിട്ടാണ്. ഫീഡ് ചെയ്താലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പോയിന്റ്സ് കൂടുതൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പെട്ടെന്ന് ലെവൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ലെവലിലാണ് ഉള്ളത്, നിങ്ങളുടെ ക്യാറ്റിൻ്റെ ലെവൽ ഏതാണ്, കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതേപോലെ എങ്ങനെയാണ് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്, ലെവൽസൊക്കെ പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വേറെ പൊടിക്കൈകളുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. തീർച്ചയായിട്ടും ഇത് അത്യാവശ്യം നല്ലൊരു എയർ ഡ്രോപ്പ് ആയിരിക്കാനുള്ള എല്ലാവിധ പോസിബിലിറ്റി ഉണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ബൈനാൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടാപ്പ് ടു ഏൺ പ്രൊജക്റ്റാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈനാൻസിൽ ഒരു പക്ഷേ ഇതിൻ്റെ ലിസ്റ്റിംഗ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഇന്ന് അവർ ടോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി ഇത് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് തന്നെ കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. സോ മാക്സിമം പണിയെടുക്കുക. തീർച്ചയായിട്ടും സെപ്റ്റംബർ മാസം നമുക്ക് ഇതിൻ്റെ ഒരു എയർ ഡ്രോപ്പ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു കുഞ്ഞു വീട്ടിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.